ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ചായ കുടിച്ചു. അപ്പോൾ ഒരു ഈവനിങ് ആണ് കേട്ടോ. ഞാൻ ചായ കുടിച്ചു ഇരിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ച് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പം മോൻ വന്നിട്ടില്ല, സ്കൂളിൽ പോയേക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ചെന്നൈയിൽ ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്തായിരുന്നു. അതായത് ചെന്നൈ എഗ്മോറുള്ള ഗവൺമെൻറ് മ്യൂസിയമാണ് വിസിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അന്ന് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ചെന്നൈ എഗ്മോറിലുള്ള ഗവൺമെൻറ് മ്യൂസിയമാണ് കേട്ടോ. അപ്പം എഗ്മോർ മെട്രോ സ്റ്റേഷനിൽ ഏകദേശം 1.5-2 കിലോമീറ്ററാണ് വരുന്നത്. ഓട്ടോയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു 150 രൂപ നമുക്ക് ആവും കേട്ടോ. പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾ ആണെന്ന് വെച്ചാൽ ഓക്കെ. അപ്പം റൂട്ട് ഇതാണ്. ടിക്കറ്റ്സ് വരുന്നത് 3 പേർക്കും കൂടി വന്നത് 125 റുപ്പീസാണ്. നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് എക്സ്ട്രാ ഒരു 250 രൂപ ടിക്കറ്റ്സ് എടുത്തായിരുന്നു കേട്ടോ ഉള്ളിൽ നിന്ന്. അപ്പം ഞാൻ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികളെയും കൊണ്ട് വെക്കേഷന് പ്ലാൻ ചെയ്യുന്ന പ്ലേസസ് നോക്കുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ ഇത്. അപ്പം പ്രത്യേകിച്ച് ഹിസ്റ്ററി പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ചെന്നൈ മ്യൂസിയം എന്ന് പറയുന്നത്. ശബരി പിന്നെ തീരെ കുഞ്ഞായതുകൊണ്ട് അവന് വന്നിട്ട് അത്രയും വന്നിട്ട് അറിയില്ല. കണ്ടു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഒന്നും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒന്നും അറിയില്ലല്ലോ. അവന് 6 വയസ്സാവുന്നല്ലേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടി വലിയ കുട്ടികൾ ഒരു 10-11 വയസ്സിലാണ് നമ്മൾ നോർമലി ഹിസ്റ്ററി ഒക്കെ പഠിച്ചു തുടങ്ങുക അല്ലേ. അപ്പം അങ്ങനത്തെ കുട്ടികളെയൊക്കെ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആയിട്ട് കാണിച്ചിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്തത് ബ്രൗൺസ് ഗാലറിയാണ് കേട്ടോ. അപ്പം ടിക്കറ്റ് ഓൾറെഡി നമുക്ക് എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് വീഡിയോസോ ഫോട്ടോസോ എടുക്കണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ്സ് അതിനുണ്ട്, അത് എടുക്കണം കേട്ടോ. ഓരോ സെക്ഷനിലും നമ്മൾ ടിക്കറ്റ് അവർ വന്നിട്ട് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ചെക്ക് ചെയ്താലും ഉള്ളിൽ വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ പറയും ക്യാമറ വീഡിയോ അലൗഡ് അല്ല, മൊബൈൽ ക്യാമറ അലൗഡ് അല്ല പറയും. അപ്പോൾ നമ്മൾ അതിന് ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമാണ് കേട്ടോ അവർ അലോ ചെയ്യുക. ഇല്ലെങ്കിൽ അവർ അലോ ചെയ്യില്ല. ഫോട്ടോസ് എടുക്കാൻ പോലും സമ്മതിക്കില്ല കേട്ടോ. ഉള്ളി കടന്നപ്പോൾ എന്ത് സ്വർഗം പോലെ കേട്ടോ. ആ യെല്ലോ ലൈറ്റിങ്സിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് ഐഡൽസിൻ്റെ ഒന്നും പേര് പോലും നമുക്കറിയില്ല കേട്ടോ. നമുക്ക് മനസ്സിലാവില്ല. നമുക്കറിയാവുന്നത് കുറച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഗോഡിൻ്റെ സ്റ്റാച്യു മാത്രമാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരുപാട് സ്റ്റാച്യൂസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പരിധി വരെ എനിക്ക് മനസ്സിലായതിൻ്റെ കാര്യം മാഷ് കൂടെ ഉള്ളതുകൊണ്ട് മാഷിന് കുറച്ചുകൂടി അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ. മാഷിന് കുറച്ചുകൂടി ഐഡൽസിനെ പറ്റിയിട്ടും അതും ഓരോ സ്റ്റാച്യു ഓരോ രൂപങ്ങളൊക്കെ ഇല്ലേ. അപ്പം ഡാൻസ് മാഷായതുകൊണ്ട് മാത്രമല്ല മാഷിന് ടെമ്പിൾ ആർക്കിടെക്ചർ അതേപോലെ ഈ ഐഡൽസിനെ പറ്റിയൊക്കെ നല്ല നോളജ് നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടിയൊക്കെ മനസ്സിലായത്. ഇപ്പം നമുക്കവിടെ ഇംഗ്ലീഷിലും തമിഴിലും അവിടെ വന്നിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് വായിച്ചാലും നമുക്ക് ആരാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പം അതൊക്കെ നോക്കുമ്പോൾ വന്നിട്ട് എനിക്ക് കുറച്ചുകൂടി ക്ലിയർ ആയത് വന്നിട്ട് മാഷയുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കണ്ട് നടന്ന പോലെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഭംഗിയെന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എത്ര വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണം കേട്ടോ. വർഷങ്ങളോളം കാലപ്പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ ഉള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരുപാട് വിഗ്രഹങ്ങൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. നമുക്ക് നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷമോ ഒക്കെ തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം എനിക്കത് കാണുമ്പോൾ ഒരുപാട് ഐഡലൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം ഓരോ മുദ്ര പിടിച്ചേക്കുന്നതൊക്കെ മാഷ് പറഞ്ഞു തരും. ഇത് ഈ ദൈവമാണ്, അതിൻ്റെ വിശേഷങ്ങളും അത് ഈ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ മാഷ് പറഞ്ഞാണ് കേട്ടോ അറിഞ്ഞത്. എനിക്ക് അതൊന്നും നോക്കിയിട്ട് അങ്ങനെയൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഗാലറി ഒന്ന് കാണാം കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഐഡൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ബ്രൗൺസ് ഗാലറിയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പേരറിയാത്ത ഗോഡിൻ്റെ ഐഡൽസൊക്കെ ഞാൻ കണ്ടു. അതേപോലെ നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്നതിനൊക്കെ കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എത്രയൊക്കെ വീഡിയോ കണ്ടാലും നമ്മൾ ലൈവ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണത് വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് നമ്മൾ നേരിട്ട് കാണുന്നത്, റെഗുലറായിട്ടല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെയല്ലേ. അപ്പം ചെന്നൈയിലുള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ ഇനിയും വിസിറ്റ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി വിസിറ്റ് ചെയ്യുക. ബ്രൗൺസ് ഗാലറി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരുപാട് വർഷപ്പഴക്കമുള്ള ഐഡൽസൊക്കെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു ലക്കല്ലേ. അപ്പം അധികം ടിക്കറ്റ് കോസ്റ്റ് അങ്ങനെയൊന്നുമില്ല, വളരെ മിനിമൽ ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിക്കുക. അതേപോലെ ഡാൻസൊക്കെ പഠിക്കുന്ന, ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് അവിടെ ബ്രൗൺസ് ഗാലറി ഒന്ന് വിസിറ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ പാരൻസ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മുദ്രാസും നമ്മൾ പൊസിഷൻസും കാരണങ്ങളും ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു ഐഡൽസൊക്കെയാണ് കേട്ടോ. പിന്നെ നടരാജ വിഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നടരാജന് പ്രത്യേകിച്ച് ഒരു ഗാലറി തന്നെ ഉണ്ട്, എത്ര നേരം പറഞ്ഞാലും തീരില്ല കേട്ടോ. അപ്പം അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.